ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾ അവസാനം വരെ, കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ട്വിസ്റ്റുകൾ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മുമ്പ് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അഞ്ജലിയുടെയും അർജുൻ്റെയും ജീവിതത്തിൽ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു വ്യക്തി കടന്നു വരികയും ആ ഒരു സമയത്ത് അവർ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നതല്ല പാർത്ഥസാരഥിയുടെ കാര്യങ്ങൾ. ഞാൻ മുമ്പുള്ള വീഡിയോയിലും കഴിഞ്ഞ വീക്കെൻഡ് പ്രൊമോ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുന് വലിയൊരു ആപത്ത് വരുമ്പോൾ ആ ഒരു സമയത്ത് പാർത്ഥസാരഥി ആയിരിക്കും രക്ഷിക്കാനെത്തുക എന്ന്. അതേപോലെ 100% അങ്ങനെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുകയാണ് കേട്ടോ. അതെന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അഞ്ജലിയോട് അമ്മായി ഇങ്ങനെ ചെയ്തത്? അഞ്ജലി എന്ത് തെറ്റാണ് ചെയ്തത്? അവൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അവൾ എത്ര നിങ്ങളോട് തെറ്റ് ഏറ്റു പറഞ്ഞു. അവൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ടും നിങ്ങൾ എന്താണ് അവളെ വീട്ടിൽ കയറ്റാത്തത്? എന്തിനാണ് അവളെ ഇറക്കി വിട്ടത്? അവളെ നിങ്ങൾക്ക് വേണ്ടതായോ? നിങ്ങൾ മുമ്പ് ഈ രാജീവിനെ തന്നെയല്ലേ കല്യാണം ആലോചിച്ചത്? ഇപ്പോൾ രാജീവ് എന്താ കൊള്ളില്ലാത്തവനായോ? നിങ്ങൾ എന്താണ് അമ്മായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പം അമ്മായി പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി. അവളുടെ അഞ്ജലിയുടെ അച്ഛനും അമ്മയും തന്നെയല്ലേ ഇറക്കി വിട്ടത്, നീ കൂടുതൽ അത് അന്വേഷിക്കാനും നിൽക്കണ്ട. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ആര്യ കിടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആര്യക്ക് അത്രയധികം വിഷമമുണ്ട് അഞ്ജലി ഇങ്ങനെ പോകേണ്ടി വന്നതിൽ കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ശിവരാമ ഇറങ്ങി വരികയാണ്. ശിവരാമൻ അപ്പം തന്നെ ഇറങ്ങി വന്ന ഉടനെ പറയാണ്, എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശിവരാമൻ പറയാണ്, നിർത്ത്, എല്ലാവരും നിർത്ത്. എനിക്ക് ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. ചെയ്തത് എൻ്റെ അഞ്ജലി മോളോട് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്കെൻ്റെ തെറ്റ് തിരുത്തണം. തെറ്റ് ചെയ്താൽ തെറ്റ് തിരുത്തണം. ശ്യാമളയുടെ കാര്യം എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മായി ചോദിക്കും, എന്ത് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ അഞ്ജലിനെ തിരിച്ച് ഞാൻ കൊണ്ടുവരും. അവൾക്ക് തെറ്റുപറ്റി പോയി, പക്ഷേ അവൾ ഒരുപാട് മാപ്പ് പറഞ്ഞു. എന്നിട്ടും എൻ്റെ മോളുടെ വാക്ക് ഞാൻ കേട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അവൾ എന്താണെങ്കിലും വിളിച്ചു കൊണ്ടുവരാനായിട്ട് പോവുക. ഞാൻ ഇപ്പം തന്നെ അവളെ വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഇത് കേൾക്കുമ്പോഴത്തേനും അമ്മായിക്ക് ആകെ കുരുപൊട്ടുന്നൊരവസ്ഥ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവരാമൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. കറക്റ്റ് ഈ സമയം അനുപമയും വരികയാണ്. എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ അനുപമയ്ക്ക്. കാരണം ശംഖ് ചക്രത്തിലേക്ക് നമ്മുടെ അഞ്ജലി ചെല്ലരുത്, അതാണല്ലോ പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ശിവരാമൻ ഇറങ്ങുമ്പോൾ തന്നെയാണ് അനുപമ വരുന്നത്. അനുപമയെ കാണുമ്പോൾ തന്നെ അമ്മ ഒരു ഇവിടെത്തിയോ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അനുപമ വരുമ്പോൾ തന്നെ ശിവരാമൻ പറയും, നിന്നോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞതല്ലേ, കഴിഞ്ഞ ദിവസം നീ എന്തൊക്കെയോ ഒന്ന് ഇവിടെ ഛർദ്ദിച്ചിട്ട് പോയില്ലേ, ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? അനുപമ പറയും, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അതിനുവേണ്ടി ഞാൻ വന്നതാണ്. അമ്മായി പറയും, നീ അറിഞ്ഞില്ലേ, അഞ്ജലിയെ ഇറക്കി വിട്ടു, ദേ ഇപ്പം അഞ്ജലിയെ തിരിച്ചു വിളിക്കാനായിട്ട് വന്നിരിക്കുക. അനുപമ പറയും, അതാണ് നല്ലത്, അതായിരിക്കും അവൾക്ക് നല്ലത്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. എല്ലാവരും പരസ്പരം നോക്കും എന്താണ് ഈ അനുഭവം പറയുന്നത്. പക്ഷേ നമ്മുടെ ശ്യാമള പറയും, നീ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ കൂടുതൽ വളച്ചു കിട്ടില്ലാതെ പറഞ്ഞിട്ട് നീ പോകാനായിട്ട് നോക്ക്. അനുഭവം പറയും, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് കുറച്ചൊക്കെ ഒരു സ്നേഹം ഉള്ളിൻ്റെ എവിടെയോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഈ അഞ്ജലിയെ കെട്ടി എന്ന് പറഞ്ഞ ചെറുക്കൻ ആരാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്താണ് ഈ അനുപമ പറയുന്നത് എന്ന്. അനുപമ പറയും, അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അഡ്വക്കേറ്റ് രാഘവനുണ്ണി. ഈ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണ് അർജുൻ രാഘവ്. ഈ അർജുൻ രാഘവനെയാണ് നിങ്ങളുടെ പുന്നാര മകൾ അഞ്ജലി പോയി കല്യാണം കഴിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മകനെ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കഡായി പോകും. അപ്പോൾ എല്ലാവരും പറയും, അപ്പോൾ രാജീവ് എന്നൊരു പേരൊന്നുമില്ല, അതൊക്കെ ഇവിടെ പറയുന്ന പേര്. ശരിക്കുള്ള പേര് അർജുൻ രാഘവ് എന്നാണ്. അർജുനെ വെച്ചിട്ട് രാഘവൻ കളിച്ച കളിയാണിത്. ഈ കേസിൽ അഞ്ജലിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമതി എന്ന് നടിക്കുന്ന അഞ്ജലിക്ക് അത് മനസ്സിലായില്ല. അവൻ്റെ പ്രണയക്കുരുക്കിൽ വീഴുകയും ചെയ്തു. അവൾ ശംഖചക്രത്തിലേക്ക് എങ്ങനെ കയറി വന്നാൽ അവിടെ ഇട്ട് അവളെ തീർത്തുകളയും. എനിക്ക് ഈ വീടിനോട് കുറച്ച് സ്നേഹമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് ഇത് വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൾ അങ്ങോട്ട് വരാതിരുന്നാൽ അവൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ അവളെ ജീവനോടെ കാണാനായിട്ട് പോകുന്നില്ല. അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് നോക്ക്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഒരു വലിയൊരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അനുപമ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശിവരാമനും ശ്യാമളയും ആര്യയും അമ്മായിയും എല്ലാം ഷോക്കഡായി നിൽക്കുകയാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഇതാണ്.
ആ ഒരു സംഭവം ഇന്ന് തിരിച്ചറിയുകയാണ്. അർജുനാണ് നമ്മുടെ രാഘവൻ്റെ മകൻ അർജുനാണ് അഞ്ജലിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന്, രാജീവ് എന്ന കള്ളപ്പേര്. അപ്പോൾ അഞ്ജലിയെ തിരിച്ചു വിളിക്കാനായിട്ട് ഇറങ്ങിയ ശിവരാമൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പിന്നെയും തിരിച്ച് അകത്തേക്ക് കയറി പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അനുപമ തിരിച്ചു പോവുകയും ചെയ്യും കേട്ടോ. ഇതിനുശേഷം നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് അനുപമ ഒരുക്കിയ ട്രാപ്പിൽ നമ്മുടെ പാവ അർജുൻ വീണു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നലത്തെ എപ്പിസോഡിൽ അർജുനെ രാഘവൻ വീട്ടിൽ കയറ്റണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ അനുപമ ഫോണിൽ വിളിച്ച് നമ്മുടെ അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനാണ് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ നൈസായിട്ടൊരു ട്രാപ്പ് ഒരുക്കുകയാണ് അനുപമ. അനുപമ പറയും ഒരു ഇന്ന സ്ഥലത്ത് നീ എത്തണം, അവിടെ വെച്ച് അച്ഛനുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ന് അർജുൻ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. പക്ഷേ ഇതിനിടയിൽ അനുപമയും ഹരീന്ദ്രൻ വക്കീലും കൂടെ ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു അർജുനെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അർജുൻ്റെ ഒരു സ്ഥലത്തെത്തും. അവിടെ നോക്കും, ഏടത്തി പറഞ്ഞ സ്ഥലം ഇത് തന്നെയല്ലേ, ഇവിടെ അങ്ങ് ഏടത്തിന് ആരെയും കാണുന്നില്ലല്ലോ. അങ്ങനെ അർജുൻ ചുറ്റും നോക്കും, ആരെയും കാണുന്നില്ല. അവിടെ ഒരു വാൻ കിടപ്പുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ ഉപയോഗിക്കുന്ന ടൈപ്പ് വാൻ തന്നെയാണ്, സ്ഥിരം അവരുടെ വണ്ടി അതാണല്ലോ. അങ്ങനെ അർജുൻ പുറത്തിറങ്ങി നോക്കും. ഈ ഒരു സമയത്ത് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അവർ കുളത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഉള്ളത്. നല്ല രീതിയിൽ ഒഴുക്കൊക്കെയുള്ള ഒരു കുളവും പുഴയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മുടെ പാർത്ഥസാരഥി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സീൻ, അമ്പലക്കുളമാണെന്ന് തോന്നുന്നു, അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സീൻ നമുക്ക് കാണാം. അപ്പം തന്നെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് എന്ന് നമുക്ക് ഉറപ്പായി. അങ്ങനെ അർജുൻ വന്ന് സംഭവങ്ങളൊക്കെ തപ്പിയിട്ട് ആരെയും കാണുന്നില്ല. അങ്ങനെ കുളത്തിൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കും. ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുന് നീന്താൻ അറിയില്ല എന്നുള്ളതാണ്. അർജുൻ ഇങ്ങനെ കുളത്തിൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ വഴുതാനായിട്ട് തുടങ്ങും. അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞിട്ട് വേഗം തിരിച്ചു കയറും. ഈ സമയത്ത് 2 ഗുണ്ടകൾ അടുത്തേക്ക് ചെല്ലുകയാണ്. പറയും, അനിയ ആ കുളത്തിൻ്റെ സൈഡിലൊന്നും പോവല്ലേ, പോയി കഴിഞ്ഞാൽ താഴേക്ക് വീഴും, പിന്നെ ബോഡി പോലും കിട്ടത്തില്ല, അങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് 2 പേരും കൂടെ വരും. അങ്ങനെ മൊത്തം 4 പേരായി. അവർ കാര്യങ്ങൾ പറയും. നിന്നെ കണ്ടിട്ട് നല്ലൊരു മാന്യനായ ചെറുപ്പക്കാരനാണെന്ന് തോന്നും. ഞങ്ങളെന്ന കാര്യം അങ്ങ് നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങളെ ഒരു കൊട്ടേഷനുമായിട്ട് വന്നതാണ്. നിന്നെ അടിച്ചെന്ന് ചവിട്ടി കൂട്ടി നിൻ്റെ വയറും കീറി നിന്നെ ഈ കുളത്തിലൊന്ന് താത്തണം, അത്രയേ ഉള്ളൂ കാര്യം. നീ ഒരു മാന്യനായിട്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഒരു മേഡമാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അർജുൻ ചോദിക്കും, അതാണല്ലേ കാര്യം, നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഒരു സ്ത്രീയാണ് ഈ കാര്യം. ഗുണ്ടകൾ പറയും, നീ ഒരു മാന്യനായതുകൊണ്ട് അത് പറയാം, സാധാരണ രീതിയിൽ ഞങ്ങളിതൊന്നും പറയാറില്ല. അത് ഒരു കൊട്ടേഷൻ തന്നിരിക്കുന്നത് സ്ത്രീയൊന്നുമല്ല, ഒരു പുരുഷനാണ് തന്നിരിക്കുന്നത്, ഒരു അഡ്വക്കേറ്റ്, ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ്. ഇത് കേൾക്കുമ്പോഴത്തേനും അർജുൻ ഷോക്കഡായി പോയും. അതാരായിരിക്കും? ക്രിമിനൽ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അച്ഛൻ രാഘവൻ എന്തായാലും ആകത്തില്ല, അപ്പം പിന്നെ ആരായിരിക്കും എന്നൊക്കെ അർജുൻ ആലോചിക്കും. അർജുൻ പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് ഓടി ജീപ്പിനടുത്തേക്ക് ഓടിപ്പോൾ അവർ പുറകെ ചെല്ലും. എന്നിട്ട് അർജുൻ പറയും, എനിക്ക് നീന്താൻ അറിയത്തില്ല, അപ്പം നമുക്ക് ഈ കരയിൽ നിന്ന് പരിപാടിയൊക്കെ തീർക്കാം, അപ്പോൾ എന്താ സംഗതികൾ തുടങ്ങുകയല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അടിപിടി ചവിട്ട് എല്ലാം നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അർജുൻ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവസാനം ഒരു ടൈം എത്തുമ്പോൾ അർജുൻ്റെ തല പോയി വണ്ടിയിലിടിക്കും. അതാണ് കേട്ടോ വലിയൊരു സീനുണ്ടാകുന്നത്. വണ്ടിയിൽ പോയി തലയിടിച്ച് കഴിയുമ്പോഴത്തേനും അർജുൻ്റെ കൺട്രോളൊക്കെ പോവും. അർജുനെ ആ ഒരു സമയത്ത് അർജുൻ അങ്ങ് തീരെ ഡൗൺ ആയി പോകും. അങ്ങനെ അർജുനെ ഈ 4 പേരും കൂടി ചുരുട്ടി കൂട്ടി എടുത്തിട്ട് ആ കുളത്തിലേക്ക് ഒരു ഏറങ്ങെറിയും. അപ്പോൾ വലിയ ശബ്ദത്തോട് കൂടിയിട്ടാണ് നമ്മുടെ അർജുൻ കുളത്തിലേക്ക് ചെന്ന് വീഴുന്നത്. അർജുനാണ് നീന്തൽ അറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അർജുനാണ് അവിടെ കിടന്നിങ്ങനെ കൈകാലിട്ടൊക്കെ അടിക്കും. ഈ സൗണ്ട് ഓൾറെഡി തൊട്ടപ്പുറത്തുള്ള നമ്മുടെ പാർത്ഥസാരഥി കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാർത്ഥസാരഥി നോക്കും, അർജുൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പാർത്ഥസാരഥിക്ക് മനസ്സിലായി. അപ്പോൾ പാർത്ഥസാരഥി വേഗം നീന്തി ചെല്ലും, അർജുനെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് പൊക്കിയെടുത്ത്. അപ്പോഴത്തേനും ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അർജുനെ വിളിക്കുക, അർജുനെ എഴുന്നേക്കടാ. അപ്പം 4 പേര് അവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഗുണ്ടകൾ. അങ്ങനെ അർജുനോട് എഴുന്നേക്കാൻ പറയും. അർജുൻ എഴുന്നേൽക്കുന്നില്ല, പുള്ളി ഇപ്പോൾ ഒരു ബോധമെല്ലാം പോയിട്ടുണ്ട് അർജുൻ്റെ. അപ്പം ഗുണ്ടകൾ അടുത്ത് നിൽക്കുന്ന ഗുണ്ടകൾ ഇത് ആരാണെന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അർജുൻ്റെ ഏറ്റവും അടുത്ത ആൾ, അർജുനെ ഇനി ജീവിതത്തിൽ ഒരുപാട് സഹായിക്കാനായിട്ട് പോകുന്ന ആളാണ് എന്നുള്ളൊരു ബോധമൊന്നും ഗുണ്ടകൾക്കത് അറിയില്ല, അവർക്കത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് പാർത്ഥസാരഥി എന്ന ഗുണ്ടകൾക്ക് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. പാർത്ഥസാരഥിയാണ് അർജുൻ ഇങ്ങനെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഗുണ്ടകളിൽ മൂത്തവൻ പറയാണ്, പാർത്ഥസാരഥിയോട് പറയാണ്, ഇന്നാടാ നിനക്കൊരു 100 രൂപ,
ഈ 100 രൂപ വെച്ചോ, ഞങ്ങളെ ദേഹം നനയാതെ അവനെ ഇങ്ങനെ എടുത്ത് തന്നല്ലോ, ഇനി എൻ്റെ പിള്ളേർ നോക്കിക്കോളൂ, അവനെ വെട്ടിക്കീറോ കുത്തിക്കീറോ എന്താണെന്ന് വെച്ചാൽ അവരങ്ങ് ചെയ്തോളൂ, നീ എന്താണെങ്കിലും പൊക്കോ, ഞങ്ങളുടെ പണി എളുപ്പമാക്കി നീ. പാർത്ഥസാരഥി ഈ കാര്യം മനസ്സിലായി, ഇത് കൊട്ടേഷനാണ് സംഭവം എന്നൊക്കെ. അപ്പോൾ കുറേ നേരം ഇവൻ്റെ ഡയലോഗ് കേട്ട് ഇങ്ങനെ ക്ഷമിച്ച് പാർത്ഥസാരഥി നിൽക്കും. കാരണം അർജുൻ ഒന്ന് കോൺഷ്യസ് ആവണം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം പാർത്ഥസാരഥി പറയും, എടാ നിനക്കൊക്കെ ഇത് കൊട്ടേഷൻ കൊടുക്കാനുള്ള ഒരുത്തം മാത്രമായിരിക്കും, പക്ഷേ ഇതെൻ്റെ ചങ്ക് ബ്രോയാണെടാ. അപ്പോൾ ഗുണ്ടകൾ പറയും, ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പണി കൂടുമല്ലോ, ഇന്ന് 2 പേരെ തീർക്കേണ്ടി വരുമല്ലോ. പാർത്ഥസാരഥി പറയും, അയ്യപ്പ എന്ത് ചെയ്യും, ഞാൻ മാലയിട്ട് വരാമെന്ന് വെച്ചാൽ ഇന്ന് നീ എന്താണെങ്കിലും നടക്കത്തില്ല, ദുശകനങ്ങൾ മുമ്പിൽ വന്ന് പോയില്ല, എന്ത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പാർത്ഥസാരഥി അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മുമ്പിൽ നിന്ന് മൂത്ത് നിൽക്കുന്ന അവനെ പൊക്കിയെടുത്തുകൊണ്ട് പുഷ്പം പോലെ ജീപ്പിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ അവിടെ തീരടിയാണ്, എല്ലാവരും അടിച്ച് ഇഞ്ചപ്പരുവാക്കും നമ്മുടെ പാർത്ഥസാരഥി കേട്ടോ. ഈ ഒരു സമയം അർജുനാണ് പതുക്കെ കോൺഷ്യസ് ആയി വരുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ 2 ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അർജുൻ ആരാണ് എന്ന സത്യം ശ്യാമളയും നമ്മുടെ ആര്യയും നമ്മുടെ ശിവരാമനും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഏറ്റവും അവസാനത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാർത്ഥസാരഥി തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ അർജുന് കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ പാർത്ഥസാരഥി തിരിച്ചു വന്നിരിക്കുന്നു. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണുക. രാത്രിയിൽ നമ്മൾ പ്രൊമോയുടെ റിവ്യൂസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.